നമസ്കാരം, ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം. ഇസ്രയേലിനും അമേരിക്കയ്ക്കും നിന്ന് വിയർക്കുകയല്ലാതെ ഇറാന്റെ രോമത്തിൽ പോലും തൊടാൻ അവർക്ക് സാധിക്കുകയില്ല. ഇറാൻ ഉണ്ടാക്കുന്ന വളർച്ചയെ അസൂയോടെ തന്നെയാണ് അമേരിക്ക അടക്കം നോക്കിക്കാണുന്നത്. ആണവായുധങ്ങൾ രാജ്യങ്ങൾക്ക് മുഴുവൻ അപകടമാണെന്ന് പറഞ്ഞ് രാജ്യങ്ങളെ മുഴുവൻ നിലക്ക് നിർത്തുന്ന അതേ അമേരിക്കയാണ് ലോകത്തെ ആദ്യമായി ആണവായുധം പരീക്ഷിക്കുന്നത് പോലും. അതേ ആയുധം ഇറാൻ ഉണ്ടാക്കുമെന്ന് കേൾക്കുമ്പോൾ അമേരിക്കയ്ക്ക് മുട്ട് വിറയ്ക്കുക തന്നെയാണ്. അമേരിക്ക ഭയപ്പെടുന്നത് പോലെ എന്തും എപ്പോൾ വേണമെങ്കിലും ചെയ്യാൻ തയ്യാറായി തന്നെ ഇരിക്കുകയാണ് ഇറാൻ ഇപ്പോൾ. ഇറാന്റെ യുറേനിയം ഖനനം വീണ്ടും ഗണ്യമായി വികസിപ്പിച്ചതായുള്ള ആണവ നിരീക്ഷണ ഡാറ്റയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ട് പുറത്തു വന്നതോടെയാണ് എത്രമാത്രം അപകടകാരിയാണ് ഇറാൻ എന്ന് ലോകം തിരിച്ചറിയുന്നത്. ഇറാനിൽ വളർന്നു വരുന്ന ആണവായുധങ്ങളെ തന്നെയാണ് അമേരിക്ക ഇപ്പോൾ ഭയപ്പെടുന്നത്. ലോകത്തിലെ ഏതൊരു രാജ്യത്തെയും തകർത്ത് തരിപ്പണമാക്കാൻ തക്ക പ്രഹരശേഷിയുള്ള ഇറാന്റെ ആണവശേഷി അമേരിക്കയെ ഭയപ്പെടുത്തുന്നത് തന്നെയാണ്. മുമ്പുള്ളതിനേക്കാൾ വളരെ വലിയ കരുതൽ ശേഖരം ഇറാന് വന്നു എന്നാണ് എനർജി ഓർഗനൈസേഷൻ അറിയിച്ചിരിക്കുന്നത്. അറ്റോമിക് എനർജി ഏജൻസിയും ന്യൂക്ലിയർ എനർജി ഏജൻസിയും ചേർന്ന് പ്രസിദ്ധീകരിച്ച ദ വാൽസർ റെഡ് ബുക്ക് റിപ്പോർട്ടിലാണ് ഇത് സംബന്ധിച്ച കണക്കുകൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. 2024 അവസാനത്തോടെ 6 യുറേനിയം ഖനികൾ കൂടി പ്രവർത്തിപ്പിക്കാൻ ഇറാൻ നേരത്തെ പദ്ധതി ഇട്ടിരുന്നതായി റിപ്പോർട്ടിൽ പറയുന്നു. കഴിഞ്ഞ മാസം പുറത്തുവന്ന റിപ്പോർട്ട് പ്രകാരം ഇറാന്റെ യുറേനിയത്തിന്റെ ശേഖരം 6 ആണവ ബോംബുകൾക്ക് തുല്യമായ അളവിലേക്ക് ഉയർന്നതായി UN ആണവ നിരീക്ഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നുണ്ട്. ഇത് തന്നെയാണ് അമേരിക്കയും ഇസ്രായേലിനെയും ഒക്കെ ഭയപ്പെടുത്തുന്നതും. ആണവായുധം ലോകത്ത് പരീക്ഷിച്ചതും ലോകത്തെ അറിയിച്ചതും ഒക്കെ തന്നെ അമേരിക്ക തന്നെയാണ്. പിന്നീട് ആണവ ശേഷിയുള്ള രാജ്യങ്ങളെ മുഴുവൻ നിലയ്ക്ക് നിർത്താനും ചട്ടം പഠിപ്പിക്കുവാനും തന്നെയാണ് അമേരിക്ക ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടാതെ 2026 അവസാനമാകുമ്പോഴേക്കും ഇറാൻ തങ്ങളുടെ പെട്രോൾ കെമിക്കൽ ഉൽപാദന ശേഷി 9.0 ദശലക്ഷമായി വർദ്ധിപ്പിക്കാൻ പദ്ധതി ഇടുന്നുണ്ടെന്നും നാഷണൽ പെട്രോൾ കെമിക്കൽ കമ്പനിയുടെ മേധാവി അറിയിച്ചിട്ടുണ്ട്. കൂടാതെ ഇറാൻ ഹോർമോസ്ഖാൻ പ്രവിശ്യയിൽ 4 പുതിയ ആണവ റിയാക്ടറുകളുടെ നിർമ്മാണം ആരംഭിച്ചു എന്നതും അമേരിക്ക അടക്കം ആശയക്കുഴപ്പത്തിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. 2040 ആകുമ്പോഴേക്കും 20,000 മെഗാവാട്ട് ആണവോർജം കൈവരിക്കാനുള്ള വിശാലമായ പദ്ധതിയുടെ ഭാഗമാണിതെന്നാണ് പറയപ്പെടുന്നത്. തങ്ങളുടെ ആണവ പദ്ധതികളൊക്കെ തന്നെ സമാധാനപരമായ ആവശ്യങ്ങൾക്കുള്ളതാണെന്നും ഇറാൻ വ്യക്തമാക്കുന്നുണ്ട്. പക്ഷെ അമേരിക്കയ്ക്ക് ഇതൊന്നും വിശ്വസിക്കാനാവുന്നില്ല. 2015 ആണവ കരാർ ഒക്ടോബറിൽ അവസാനിക്കുന്നതിന് മുമ്പ് UN ഉപരോധങ്ങൾ തൽക്ഷണം ഏർപ്പെടുത്താനുള്ള UK, ഫ്രാൻസ്, ജർമ്മനി എന്നിവയുടെ നീക്കങ്ങൾക്കിടയിലാണ് ടെഹ്റാന്റെ ആണവ പദ്ധതിയെക്കുറിച്ച് അമേരിക്കയും ഇറാനും ചർച്ചകൾ നടത്താനൊരുങ്ങുന്നത്. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി അമേരിക്ക ഇറാനെ ചുട്ടെടുക്കുമെന്നും തീയിടുമെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നതിന്റെ പ്രധാന കാരണവും ഇറാന്റെ കൈവശമുള്ള ആണവോർജം തന്നെയാണ്. ഇപ്പോൾ ഇറാൻ 60% വരെയാണ് യുറേനിയം സമ്പുഷ്ടമാക്കിയിട്ടുള്ളത്. ഇത് ആയുധ ഗ്രേഡ് നിലവാരത്തിന് അടുത്തെത്തിയതോടെയാണ് അമേരിക്കയുടെ വയറ്റിൽ ഇപ്പോൾ തീയാളിയിരിക്കുന്നത്. കൂടാതെ ഇസ്രയേൽ ഗസയിൽ അഴിച്ചുവിട്ട യുദ്ധങ്ങൾക്ക് പ്രതിരോധം സൃഷ്ടിക്കാൻ ഹിസ്ബുള്ളയ്ക്കും ഹമാസിനും ഹൂതികൾക്കും ഇറാൻ നൽകുന്ന പിന്തുണയും അമേരിക്കയെ വല്ലാതെ അലോസരപ്പെടുത്തിയിട്ടുണ്ട്. ഒരു യുദ്ധത്തിലേക്ക് ഇനി ഈ രാജ്യങ്ങൾ കടക്കുകയാണെങ്കിൽ അതൊരു മഹായുദ്ധമായി തന്നെ മാറുമെന്ന് തന്നെയാണ് ഇതൊക്കെ തെളിയിക്കുന്നത്.